വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാന നേതൃത്വം നേരത്തെ ഏകപക്ഷീയമായി എടുത്ത തീരുമാനം ആർ ശ്രീലേഖയെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാക്കുക എന്നതായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എടുത്ത തീരുമാനം. എന്നാൽ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വലിയ തരത്തിലുള്ള പരാതി മുരളീധരപക്ഷം ഉന്നയിച്ചു. അതിനൊടുവിലാണ്, ആ തർക്കങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ നിർഭൻ ചക്രവർത്തി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. നിർഭൻ, ഇന്ന് അല്പനിമിഷം മുമ്പ് വരെ വന്ന വാർത്തകൾ, രാവിലെ വന്ന വാർത്ത ആർ ശ്രീലേഖ തന്നെയാണ് മേയർ സ്ഥാനാർത്ഥി. രാജീവ് ചന്ദ്രശേഖരൻ എടുത്ത ഏകപക്ഷീയമായ തീരുമാനത്തോട് യോജിപ്പില്ലായിരുന്നു BJP സംസ്ഥാന നേതൃത്വത്തിലെ ഭൂരിപക്ഷത്തിനും. അതിനൊടുവിലാണിപ്പോൾ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത, BJP സംസ്ഥാന അധ്യക്ഷനല്ല, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി C സുരേഷാണ് ഇപ്പോൾ ഈ മേയർ സ്ഥാനാർത്ഥിയെ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതായത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏകപക്ഷീയമായ തീരുമാനത്തിന് ഏറ്റവും വലിയ തിരിച്ചടി എന്നുകൂടി തന്നെ പറയാൻ കഴിയുന്നുണ്ടോ ഈ രാജേഷിൻ്റെ മേയർ പ്രഖ്യാപനത്തെ? സിജു, നേരത്തെ സിജു തന്നെ മുഖവരായി സൂചിപ്പിച്ചതുപോലെ ഈ കാര്യത്തിൽ മേയർ എന്ന പദവിയിൽ ഒരു പേരാണ് ആദ്യം അവസാന നിമിഷം പരിഗണിച്ചിരുന്നത്. ഇന്ന് രാവിലെ വരെ ആ ശ്രീലേഖ മേയറാകും എന്ന തരത്തിലായിരുന്നു വാർത്തകൾ പുറത്തു വന്നത്. അങ്ങനെ തന്നെയായിരുന്നു BJPയുടെ സംസ്ഥാന ലീഡർഷിപ്പ് കേന്ദ്ര BJP ദേശീയ നേതൃത്വത്തെയും അങ്ങനെ ഒരു പട്ടികയുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതാക്കളെ കാണാൻ വേണ്ടി ദില്ലിയിലേക്ക് പോയത്. പക്ഷേ ഇതിനിടയിൽ വലിയ തരത്തിലുള്ള തർക്കം ഉടലെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. വി രാജേഷിന് വേണ്ടി RSSന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന ലീഡർഷിപ്പിന്റെ വലിയ തരത്തിലുള്ള ശക്തമായ സമ്മർദ്ദമുണ്ടായി. അവർ ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും BJP ദേശീയ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. തുടർന്ന് ഈ പട്ടിക പുനഃപരിശോധിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് BJPയുടെ ദേശീയ നേതൃത്വം തന്നെ നിർദ്ദേശം നൽകി. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP രണ്ട് വിഭാഗമായിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. മുൻപ് അവിടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള K സുരേന്ദ്രനും ഒപ്പം തന്നെ V മുരളീധരനും അടങ്ങുന്ന ഒരു ചേരിയും, ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള S സുരേഷ് നേതൃത്വം നൽകുന്ന മറ്റൊരു ചേരിയും, ആ രണ്ട് ചേരിയായി കേരളത്തിലെ ഘടകം വിഘടിച്ചു നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖരൻ എടുത്ത നിലപാടിനെ അംഗീകരിക്കാത്ത നിലപാട് BJPയുടെ പ്രത്യേകിച്ച് RSSന്റെ പിന്തുണ മറുവിഭാഗത്തിൽ ലഭിക്കുന്നു. അങ്ങനെയാണ് വി രാജേഷിന് അവസാന നിമിഷം നറുക്ക് വീണത് എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം വരെ ആർ ശ്രീലേഖയോട് താങ്കളാണ് ഇവിടെ തലസ്ഥാനത്തെ മേയർ എന്ന തരത്തിലുള്ള അറിയിപ്പ് നൽകിയത്. പക്ഷേ അവസാന നിമിഷം മാറുകയായിരുന്നു. അതിനുശേഷം ശ്രീലേഖയോട് ഡെപ്യൂട്ടി മേയർ പദവി ഏറ്റെടുക്കാൻ BJP ആവശ്യപ്പെട്ടു. പക്ഷേ ശ്രീലേഖ അതിന് വഴങ്ങിയില്ല. അവസാനം ഈ S സുരേഷും ഒപ്പം തന്നെ BJPയുടെ നേതാക്കളായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് കരമന ജയന്റെ നേതൃത്വത്തിൽ ആ ശ്രീലേഖയുമായി അല്പം മുമ്പ് ചർച്ച നടത്തി. ആ ചർച്ച നടത്തിയ ശേഷം അവരെ അനുനയിപ്പിച്ച് BJPയുടെ സംസ്ഥാന ഓഫീസിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പക്ഷേ അവർ ആ പദവി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. കാരണം ഡെപ്യൂട്ടി മേയർ പദവി ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഡെപ്യൂട്ടി മേയർ പദവിയും തനിക്ക് വേണ്ട എന്ന നിലപാടിൽ അവർ ഉറച്ചു നിന്നു. അങ്ങനെയാണ് അവരെ അനുനയിപ്പിച്ച് ആ നിലപാടിൽ അവർ ഉറച്ചു നിന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ആർ ശ്രീലേഖ വിട്ടുനിന്നാൽ അത് ചർച്ചയാകും എന്ന നേതാക്കളുടെ കൂടി ആവശ്യം പരിഗണിച്ചാണ് അവർ BJPയുടെ സംസ്ഥാന കാര്യാലയത്തിൽ മാരാർജി ഭവനിൽ എത്തിച്ചേർന്നത്. അവരുടെ കൂടി സാന്നിധ്യത്തിൽ തന്നെയാണ് പ്രഖ്യാപനം. പക്ഷേ ആർ ശ്രീലേഖ നേരത്തെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ മേയർ പദവിയിൽ ആരായിരിക്കും എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ BJP സംസ്ഥാന ലീഡർഷിപ്പിനോട് ചോദിച്ചപ്പോൾ പ്രമുഖർ തന്നെ മത്സരിക്കുന്നുണ്ടല്ലോ എന്ന് തന്നെയായിരുന്നു BJPയുടെ സംസ്ഥാന നേതാക്കൾ S സുരേഷും ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരനൊക്കെ പറയാതെ പറഞ്ഞിരുന്നത്. മാത്രമല്ല, അത്തരത്തിലുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിൽ ആർ ശ്രീലേഖ തലസ്ഥാനത്തിന്റെ BJPയുടെ മേയർ സ്ഥാനാർത്ഥി എന്ന തരത്തിലുള്ള പ്രചരണവും BJP നടത്തിയിരുന്നു. ആ പ്രചരണം അടക്കം വിശ്വസിച്ചാണ് ആർ ശ്രീലേഖ താൻ അധികാരത്തിൽ BJP വരികയാണെങ്കിൽ താൻ മേയർ പദവിയിലേക്ക് എത്തും എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവസാന നിമിഷം കഴിഞ്ഞ ദിവസം വരെ അവരുടെ പേരാണ് പരിഗണനയിലുണ്ടായിരുന്നത്. ദില്ലിയിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ കൊണ്ടുപോയ പട്ടികയിലും ആ ശ്രീലേഖ തന്നെയാണ് ഒന്നാമത് പട്ടികയിൽ ഉണ്ടായിരുന്നത്. വി രാജേഷ് ഏറെക്കുറെ ആകില്ല എന്ന തരത്തിൽ സംസ്ഥാനത്തിലെ BJP നേതാക്കൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, കോർ കമ്മിറ്റി യോഗത്തിലും കൗൺസിലർമാരുടെ തീരുമാനത്തിലും ആർ ശ്രീലേഖ തന്നെ മേയറായി വരും എന്ന തരത്തിലുള്ള തീരുമാനമാണ് എടുത്തിരുന്നത്. പക്ഷേ അവസാന നിമിഷം RSSന്റെയും മറ്റു തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദങ്ങളിൽ വഴങ്ങി ആർ ശ്രീലേഖയെ തഴയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. അവർ അതുകൊണ്ട് തന്നെയാണ് ഡെപ്യൂട്ടി മേയർ പദവി അവർ ഏറ്റെടുക്കാത്തത്. BJP ഒന്നാമത്തെ കക്ഷിയായി 50 സീറ്റ് നേടി അധികാരത്തിൽ വന്നു എന്ന് അവകാശപ്പെടുമ്പോഴും അവർക്ക് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ആഭ്യന്തര കലഹം BJPയിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് പൊട്ടിത്തെറിയായി പുറത്തു വരാതിരിക്കാനാണ് ആർ ശ്രീലേഖയെ വീട്ടിൽ പോയി അനുനയിപ്പിച്ച് BJPയുടെ ജില്ലാ പ്രസിഡന്റ് കരമന ജയനും S സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവരുടെ BJPയുടെ സംസ്ഥാന കാര്യാലയത്തിലേക്ക് കൊണ്ടുവന്നത്. വാർത്താ സമ്മേളനത്തിൽ അവരെ പങ്കെടുപ്പിച്ചത്. അവർ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, തന്നെ പോലെ മുൻ DGP പദവിയിലിരുന്ന ഒരാൾ കേവലം ഒരു കൗൺസിലറായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ മത്സരിച്ചത്
പരിഗണിച്ചത് എന്ന ചോദ്യവും അവർ നേതാക്കളോട് ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, അവർ നേരത്തെ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ത് തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കും എന്നൊരു ഉറപ്പ് നേരത്തെ നൽകിയിരുന്നു. മറ്റൊരു വിഷയം നമുക്കറിയാം, ഈ തുടക്കം മുതൽ ശ്രീലേഖയുടെ പേര് തന്നെയാണ് നേരത്തെ നിർഭൻ സൂചിപ്പിച്ചതുപോലെ തുടക്കം മുതൽ രാജീവ് ചന്ദ്രശേഖറും സംസ്ഥാന സി സുരേഷ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് പ്രമുഖർ മത്സരിക്കുന്നുണ്ടല്ലോ, ആ പ്രമുഖ എന്നുദ്ദേശിച്ചത് ശ്രീലേഖ തന്നെയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ശ്രീലേഖയോട് നേരിട്ട് തന്നെ പറയുകയും ചെയ്തിരുന്നു മേയർ നിങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ശ്രീലേഖ പിന്മാറിയിട്ടുണ്ടാവുക. ഇന്ന് ഉച്ചവരെയും ശ്രീലേഖ യോഗത്തിനടക്കം വരാത്ത സാഹചര്യം, ശ്രീലേഖ അങ്ങോട്ട് ചെന്ന് നേതാക്കൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ശ്രീലേഖയെ വെട്ടി എന്ന് പറയുമ്പോൾ മറ്റെന്തൊക്കെയോ ഡീൽ അവിടെ നടന്നിട്ടുണ്ട്. ഇത് പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായി. കാരണം കരമന ജയനടക്കമുള്ള ബി.ജെ.പിയുടെ ജില്ലാ ലീഡർഷിപ്പിന് വി രാജേഷിനോട് യോജിപ്പില്ലായിരുന്നു. മാത്രമല്ല ഈ എസ് സുരേഷ് അടക്കമുള്ള പുതിയ വിഭാഗം നേതാക്കൾക്ക് വലിയ തരത്തിൽ എതിർപ്പുണ്ട്. പക്ഷേ അവസാന നിമിഷം ഇന്നലെ രാത്രിയോടുകൂടി സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ RSSന്റെ പ്രമുഖ നേതാക്കൾ നടത്തിയ ചരടുവലിയിലാണ് ഈ അട്ടിമറി ഉണ്ടായത്. അവിടെ ഈ ശ്രീലേഖയുടെ നീക്കങ്ങൾ, പ്രത്യേകിച്ച് ശ്രീലേഖയ്ക്ക് അനുകൂലമായി നിലപാടെടുത്തിരുന്ന ഈ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെയും ഒപ്പം തന്നെ എസ് സുരേഷിന്റെ നീക്കങ്ങൾ പരാജയപ്പെട്ടു. രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കങ്ങൾ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ശ്രീലേഖയുടെ വിഭാഗം അവർ പറയുന്ന ഒരു കാര്യം, താൻ ഡെപ്യൂട്ടി മേയർ പദവി അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ പദവി ഏറ്റെടുക്കില്ല എന്ന തരത്തിലുള്ള ഒരു സമ്മർദ്ദം നേരത്തെ മുന്നോട്ട് വച്ചിരുന്നില്ല. കാരണം അവർ തന്നെ പ്രതീക്ഷിച്ചിരുന്നു തന്നെ മേയറായി പരിഗണിക്കുമെന്ന്. അതുകൊണ്ടാണ് രണ്ടാമത് ഡെപ്യൂട്ടി മേയർ പദവിയുമായി നേതാക്കൾ അവരെ സമീപിച്ചത്. പക്ഷെ അപ്പോഴേക്കും തനിക്ക് ഈ പദവി ഇനി ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന നിലപാട് അവർ നേതാക്കളെ അറിയിച്ചു. മാത്രമല്ല ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റിനോടും എസ് സുരേഷിനോടും ആർ ശ്രീലേഖ ചോദിച്ചത് ഇത്തരത്തിലുള്ള ആശങ്കയാണ്. താൻ മുൻ ഡി ജി പി ആണ്, ഇത്തരത്തിലൊരു ഒഫീഷ്യൽ പദവിയിൽ ഇരുന്ന ഒരാളാണ്, തന്നെ പരമാവധി പ്രചരണത്തിന് നിങ്ങൾ ബി.ജെ.പി ഉപയോഗിക്കുകയും ചെയ്തു. മാത്രമല്ല താനാണ് മേയർ എന്ന തരത്തിലുള്ള സന്ദേശം തനിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ ഒരു കൗൺസിലറായി മത്സരിക്കാനാണോ തന്നെ ബി.ജെ.പി സ്ഥാനാർത്ഥിയാക്കി ശാസ്തമംഗലം വാർഡിൽ മത്സരിപ്പിച്ചത് എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. മറ്റു തരത്തിലുള്ള ഡീല് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ബി.ജെ.പി ലീഡർഷിപ്പ് തന്നെ അവരോട് പറഞ്ഞിരുന്നത് അവരെ മേയർ പദവിയിൽ ഉയർത്തിക്കാട്ടി കൊണ്ടുവരിക, ഒപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് പ്രതീക്ഷയുള്ള തലസ്ഥാന നഗരത്തിലെ ഒരു മണ്ഡലത്തിൽ അവരെ സ്ഥാനാർത്ഥിയായി മേയർ പദവിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ മത്സര രംഗത്തേക്ക് പോവുക, ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്ലാനായിരുന്നു ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ തീരുമാനം ബി.ജെ.പി നേതാക്കൾ RSSന്റെ സംസ്ഥാന നേതാക്കൾ അവസാന നിമിഷം അവരുടെ കടുത്ത സമ്മർദ്ദമുണ്ടായി. കാരണം വി രാജേഷ് ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് ആയത് മുതൽ RSSുമായി അടുത്ത ബന്ധം അദ്ദേഹത്തിനുണ്ട്. മറ്റ് ചില കാര്യങ്ങളിലും ഭാവിയിൽ തലസ്ഥാനത്തെ മേയർ ആവുമ്പോൾ RSSന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ വരാൻ സാധ്യതയുള്ളയാൾ ഈ വി രാജേഷ് ആയിരിക്കും. സ്വാഭാവികമായും ഈ ശ്രീലേഖ വരികയാണെങ്കിൽ അവർ RSSന് പുറത്തു നിന്ന് മുൻ ഡി ജി പി ഒക്കെ ആയി ആ പദവിയിലേക്ക് വന്ന ഒരു പ്രൊഫഷണൽ രംഗത്ത് നിന്ന് വന്ന ഒരാളാണ്. അവർക്ക് പൂർണ്ണമായി അവരെ RSSന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നൊരു ആശങ്കയും സംസ്ഥാനത്തെ RSS ലീഡർഷിപ്പിനുണ്ടായിരുന്നു. ജില്ലയിലെ തന്നെ RSSന്റെ പ്രധാനപ്പെട്ട ഉള്ളവർ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും കൂടി നടത്തിയ വലിയ തരത്തിലുള്ള ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റിന് തന്നെ സമ്മർദ്ദത്തിലാക്കി ദേശീയ നേതാക്കൾ ഇടപെട്ട് അവസാനം കൊണ്ടുപോയ പട്ടിക അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ കഴിയാതെ വി രാജേഷിലേക്ക് എത്തിയത്. അദ്ദേഹം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ദില്ലിയിലാണുള്ളത്. അവിടെ നിന്നാണ് ഇതിന്റെ വിശദാംശങ്ങൾ ജില്ലാ പ്രസിഡന്റ് കരമന ജയനെ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം എസ് സുരേഷും ഒപ്പം തന്നെ വി രാജേഷും ആർ ശ്രീലേഖയും അടക്കം നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ ഇത് പ്രഖ്യാപിച്ചത്. ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് തന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പുതിയ മേയറും ഡെപ്യൂട്ടി മേയറെയും തീരുമാനിച്ചത്. ആശാ നേതാണ് ഡെപ്യൂട്ടി മേയറായി പരിഗണിച്ചത്. അതുവരെ അവരുടെ പേര് പരിഗണനയില്ലായിരുന്നു. പക്ഷേ ആർ ശ്രീലേഖ ഇങ്ങനെ വരും, അവർ ആ ചുമതല ഏറ്റെടുക്കും എന്ന തരത്തിലേക്ക് അവർ കരുതിയിരുന്നു. പക്ഷേ അവസാനം ആർ ശ്രീലേഖ പദവി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് ഈ നറുക്ക് ആശാനാഥിലേക്ക് വീണത്.